ഹായ് ഡിയേഴ്സ്, ഇന്നുണ്ടാക്കുന്നത് പച്ചടിയാണേ. കുമ്പളങ്ങ പച്ചടി, കണ്ണൂർ സ്റ്റൈൽ സദ്യ പച്ചടി. കണ്ണൂരുകാർ സദ്യക്ക് കുമ്പളങ്ങ കൊണ്ടുള്ള പച്ചടിയാണ് ഉണ്ടാക്കുക. ഇപ്പം എല്ലാത്തരം പച്ചടി ഉണ്ടാക്കുന്നുണ്ട്, പൈനാപ്പിളും ഒക്കെ ഉണ്ട്. എന്നാലും കുമ്പളങ്ങ പച്ചടിക്കൊരു പരിഗണന വേറെ തന്നെയാണ്. സദ്യയിൽ കുമ്പളങ്ങ പച്ചടിയാണ് ഉണ്ടാക്കുക. അപ്പോൾ കുമ്പളങ്ങ തൊലിയൊക്കെ കളഞ്ഞ് ഉള്ളിലെ വട്ടിയും കുരുവൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുക്കണം. വൃത്തിയാക്കി എടുത്തു. അതിന് ശേഷം ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ടുണ്ട്. ഇതുപോലെ അറിയാത്തവർക്ക് വേണ്ടിയാണ് ഇങ്ങനെ പറയുന്നത്. പാചകം പഠിക്കുന്നവരൊക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ നേരിയ കഷ്ണങ്ങളായിട്ട് ഇതുപോലെ ചെറുതായി മുറിച്ചിടുക. അപ്പോൾ മുറിച്ചെടുത്ത കഷ്ണങ്ങൾ ഒരു ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. കുക്കറിലാണ് വേവിക്കുന്നതെങ്കിൽ ഒരു വിസിലിന് വേവിച്ചാൽ മതി. ഇപ്പോൾ ഉപ്പിട്ട് കൊടുത്തു. ഒരു പച്ചമുളകും ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്താലും നല്ലൊരു മണവും കൂടി ഉണ്ടാവും. വെള്ളമൊന്നും ഒഴിക്കണ്ട. വേവിക്കാൻ വെക്കുമ്പോൾ കുമ്പളങ്ങ തന്നെ വെള്ളം ഇറങ്ങും. അപ്പോൾ അത് പോകുമ്പോഴത്തേക്ക് ഒരു അരപ്പ് തയ്യാറാക്കണം. പച്ചടിക്ക് എപ്പോഴും പച്ചത്തേങ്ങയാണ് നല്ലത് അരക്കാൻ വേണ്ടി. അപ്പോൾ നമ്മുടെ കുമ്പളങ്ങയൊക്കെ വെന്തിട്ടുണ്ട്. കണ്ടതിനകത്ത് നിന്ന് വെള്ളം ഇറങ്ങി വന്നില്ലേ. അപ്പോൾ അരപ്പിന് തേങ്ങ, ഒരു കഷ്ണം ഇഞ്ചി, കുറച്ച് കാന്താരി മുളക് ഇതൊക്കെയാണ് അരക്കുന്നത്. പിന്നെ കുറച്ച് കടുവും കൂടി ക്രഷ് ചെയ്തെടുക്കണം. അത് തേങ്ങ ഒരു മുക്കാലര വായതിന് ശേഷം മാത്രം ചേർത്താൽ മതി. നമ്മുടെ കുമ്പളങ്ങയൊക്കെ വെന്തിട്ടുണ്ട്, അതിനകത്ത് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ സദ്യക്ക് വേണ്ടി ഉണ്ടാക്കുമ്പം നല്ല കുറുകിയ പച്ചടി ആയിരിക്കണം. നമ്മൾ സ്പൂൺ കൊണ്ടൊക്കെ വിളമ്പാൻ പറ്റുന്ന, അധികം ലൂസ് പാടില്ല. അപ്പോൾ അധികമുള്ള വെള്ളം നമുക്ക് വേണമെങ്കിൽ കുറച്ച് മാറ്റി വെക്കാം. ഒന്നുകിൽ അത് തേങ്ങ അരക്കുന്നതിൽ കൂട്ടാം, അല്ലെങ്കിൽ പിന്നെ വേണമെന്ന് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. അധികമുള്ള വെള്ളം ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട്. സാധാരണ ദിവസങ്ങളിലാകുമ്പോൾ കുറച്ച് ലൂസായാലൊന്നും പ്രശ്നമില്ലല്ലോ. സദ്യയൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് കട്ടിയിലായിരിക്കണം. അപ്പോൾ തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൽ കടുക് കൂടെ ചേർത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. കടുക് അധികം അരിയാൻ പാടില്ല, അന്നേരം കയ്പ്പ് രസം വരും. ഇപ്പോൾ കുമ്പളങ്ങയൊക്കെ തണുത്തിട്ടുണ്ട്. അതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കുക. ഞങ്ങളുടെ പച്ചടി ഇങ്ങനെയാണ്. ഞങ്ങൾ അരപ്പ് ചൂടാക്കുകയോ ഒന്നും ചെയ്യില്ല. തണുത്തതിന് ശേഷമാണ് കഷ്ണത്തിലേക്ക് അരപ്പ് ചേർക്കുന്നത്. പിന്നെ ആവശ്യത്തിനുള്ള തൈരും കൂടെ ചേർത്ത് കൊടുക്കുന്നു. പിന്നെ തേങ്ങേൻ്റെ കൂടെ ജീരകം അരക്കുന്നൊക്കെ കണ്ടിട്ടുണ്ട്. ഞങ്ങൾ പച്ചടിക്ക് ജീരകമൊന്നും ചേർക്കില്ല കേട്ടോ. അപ്പോൾ തൈരും കൂടെ ചേർത്ത് മിക്സ് ചെയ്തു. പിന്നെ ഉപ്പൊക്കെ വേണമെങ്കിൽ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കണം. പച്ചടി എപ്പോഴും ആദ്യം ഉണ്ടാക്കി വെക്കണം. ഉച്ചക്കത്തെ സദ്യക്കുള്ള പച്ചടി രാവിലെ തയ്യാറാക്കണം. ഉണ്ടാക്കിയ ഉടനെ ഇത് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. ഒന്ന് ഇരുന്ന് ഒരു പുളിയൊക്കെ ഒന്ന് ബാലൻസ്ഡ് ആകണം. ഇപ്പോൾ കടുകും ഉണക്കമുളകും കറിവേപ്പിലയും പൊടിച്ചു. അതിനകത്തേക്ക് കുറച്ച് തേങ്ങയും കൂടെ ചേർത്ത് മൂപ്പിച്ച് ചേർത്തു. നല്ല അടിപൊളി ടേസ്റ്റിലൊരു പച്ചടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പച്ചടി ആദ്യം ഉണ്ടാക്കി വെക്കണം, എന്നാലേ കഴിക്കാനാകുമ്പോഴത്തേക്ക് അതിൻ്റെ ആ ടേസ്റ്റെല്ലാം ശരിയായി വരുള്ളൂ കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടോ എന്ന് പറയണം. ഇതുപോലെ ഉണ്ടാക്കി നോക്കണേ. താങ്ക് യു.